50 ഫീൽസേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാത്തിനും. ഓക്കെ, തക്കാളിയൊക്കെ 1 dirham. കുറേ ചെടിയുണ്ട്. നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിനൊന്നും എവിടെയും കിട്ടൂല കേട്ടോ. ഞാൻ കുറേ കടകളിലൊക്കെ തപ്പിയിട്ടുണ്ട്. ഒരു പെട്ടി നിറയെ ചെടികൾ. ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോഡിലൊക്കെ നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് പൂക്കളൊക്കെ നിൽക്കുക കേട്ടോ. ഇത് മാരിഗോൾഡാണ്. മാരിഗോൾഡിൻ്റെ 2 കളേഴ്സ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നല്ല രസത്തിന് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പം എനിക്കും ഭയങ്കര ആഗ്രഹം കേട്ടോ. എനിക്കും കുറേ ചെടികളൊക്കെ വാങ്ങണം, ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാവണം എന്നൊക്കെ കുറേ ആയിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ദാവൂൻ നഴ്സറിയിലേക്കാണ്. ദുബായിലുള്ള മുനിസിപ്പാലിറ്റി നഴ്സറിയിലോട്ടാട്ടോ ഈ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും അതുപോലെ ചെടികളുടെ വിലകളൊക്കെ കാണാം. അതുപോലെ കുറച്ച് ചെടികൾ വാങ്ങുകയും ചെയ്യാവേ. ഹലോ ഗൈസ്, ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള എവിടെയാണെന്നറിയോ? ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എനിക്ക് ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ പോകണം, ചെടികൾ വാങ്ങണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫൈനലി ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ചെടികളുടെ. നല്ല നല്ല ലാഭത്തിന് നമുക്ക് ചെടികൾ വാങ്ങാം കേട്ടോ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. 50 ഫിൽസ് 1 dirhamsനൊക്കെ നല്ല ചെടികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചെടികളെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ല, പക്ഷെ ഭയങ്കര ആഗ്രഹം കേട്ടോ ചെടി വളർത്തണം. ഞാൻ വെക്കുന്ന ചെടികളൊന്നും സത്യം എനിക്ക് കിളിക്കാറുമില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങി. ഇതാണ് സെയിൽസ് ഏരിയ ആണത്. സെയിൽസ് 2 ഏരിയ ഉണ്ട്. ഒന്ന് ഔട്ട്ഡോർ സെയിൽസ് ഏരിയ ഉണ്ട്, ഒന്നപ്പുറം ഇൻഡോറും ഉണ്ട്. ഈ ഒരു ഏരിയയിൽ കൂടുതലും ഇങ്ങനെ ഔട്ട്ഡോർ പ്ലാന്റ്സ് ആട്ടോ വെച്ചേക്കുന്നത്. ഇവിടെ എല്ലാം ഔട്ട്ഡോർ പ്ലാന്റ്സ് ആട്ടോ. ഇൻഡോർ പ്ലാന്റ്സിന് സെപ്പറേറ്റ് അപ്പുറം ഒരു സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും തന്നെ 5, 10 അല്ലെങ്കിൽ 1, 2 ആ ഒരു റേഞ്ചൊക്കെ തന്നെ ഉള്ളു കേട്ടോ. 8 dirhams. ഇതൊക്കെ എന്ത് ചെടിയാണെന്നൊന്നും എനിക്കറിയില്ല. 8 dirhams ആട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാട്ടോ ഇവിടെ എല്ലാ ചെടികളും കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു നഴ്സറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് നിറയെ പൂച്ചെടികളാണ് കേട്ടോ. പെറ്റൂണിയ ഉണ്ട്, അതുപോലെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാത്തിനും തന്നെ 50 ഫിൽസ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത്. നമ്മൾ ഏത് കളേഴ്സ് എടുത്താലും ഏത് വലുപ്പത്തിലുള്ള ചെടി എടുത്താലും എല്ലാത്തിനും ആ ഒരു പ്രൈസ് തന്നെ വരുന്നുള്ളൂ. അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പെറ്റൂണിയയുടെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. എല്ലാം 50 ഫിൽസേ ഉള്ളൂ കേട്ടോ ഇവിടെ എല്ലാത്തിനും. ഓക്കെ, ഇന്ന് ഞാനൊരു പൂങ്കാവനം ഉണ്ടാക്കും വീട്ടിൽ. ഈ ഒരു പെറ്റൂണിയ എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. നമ്മൾ റോഡിലാണെങ്കിലും അല്ലെങ്കിൽ മിറാക്കിൾ ഗാർഡനിലൊക്കെ പോയാൽ തന്നെ ആണെങ്കിലും ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പൂവല്ല ഇത്. അപ്പോൾ എനിക്ക് ഇത് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. നമുക്കിവിടുന്ന് ചെടി വാങ്ങാനായിട്ട് ഇവർ തന്നെ നമുക്കൊരു കാർഡ്ബോർഡ് ബോക്സ് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു ബോക്സിലാണ് നമ്മൾ ചെടികളൊക്കെ എടുത്ത് വെക്കേണ്ടത്. ഇവിടെ ഫ്ലവർ ഉണ്ടോ? പിന്നെ അതാ ഈ ഒരു ചെറിയ ബ്ലൂ ഫ്ലവേഴ്സ് ഉള്ള ഈ ഒരു ചെടിയും അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ള ചെടി ഉണ്ടല്ലോ, ഇതൊരു പടർന്ന് കിടന്ന ടൈപ്പാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ തന്നെ 50 ഫിൽസേ ഉള്ളു കേട്ടോ. ഇത് മറ്റേ നമ്മുടെ കോഴിവാല അങ്ങനത്തെ ചെടിയാണ്. നല്ല ഭംഗിയാണ്. 50 ഫിൽസ് ഇത് എടുത്തു വെച്ചോ. നല്ല ചെടി നോക്കി എടുക്കലാണ് ടാസ്ക്. എടുത്തു വെക്കി. ചെടി ഇല്ല, 2 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ബോഗൻവില്ല ഉണ്ട് കേട്ടോ. കുറേ ബോഗൻവില്ല എല്ലാം 5 dirhams ആട്ടോ. എല്ലാം ഇങ്ങനെ കിളുത്ത് പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ള ചെടികളാണ്. ബോഗൻവില്ലയുടെ വൈറ്റ് കളറും ഉണ്ട്, അതുപോലെ ഈ ഒരു ലീഫ് വരുന്ന ടൈപ്പും ഉണ്ട് കേട്ടോ. ഇതൊരു പിങ്കോ ഓറഞ്ചോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു കേട്ടോ. എങ്ങനെയാ ചെടി നോക്കിയെടുക്കണ്ടേന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. എൻ്റെ ഉമ്മച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അടിപൊളിയായിട്ട് എടുത്തിട്ട് പോയായിരുന്നു. ഈ ഒരു സ്നേക്ക് പ്ലാന്റിനൊക്കെ 5 dirhams ആട്ടോ വരുന്നത്. ഇതാ ഒരു യെല്ലോ ഷെയ്ഡ് ഉള്ള പോലത്തെ അല്ല, നോർമൽ ആയിട്ടുള്ള ഗ്രീൻ മാത്രമുള്ള ടൈപ്പ് ആട്ടോ. അതിനൊക്കെ 5 dirhams ആണ്. അതുപോലെ ഈ ഒരു ചെടി, ഇത് എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. സ്നേക്ക് പ്ലാന്റ് പോലെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ, പക്ഷേ വേറെ ഇതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിനും 5 dirhams തന്നെയാണ്. ഈ ഒരു ടൈപ്പിനൊക്കെ ആ ഒരു പ്രൈസ് ആട്ടോ വരുന്നത്. ഇവിടെ നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെറിയ തരം ചെമ്പരത്തിയാന്ന് തോന്നുന്നുണ്ട്, കുഞ്ഞി പൂവൊക്കെ വന്നിട്ടുള്ള സാധാരണ പുല്ല്. 5 dirhams. അത് നോക്കിയാൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാട്ടോ. പേര് എഴുതി വെച്ചിട്ടില്ല. ഇവിടെ കുറേ ഏതാണെങ്കിലും എടുക്കാൻ പറ്റും. കുറേ ചെടിയുണ്ട്. നമുക്കിനി ഇൻഡോർ പ്ലാന്റ് നോക്കാൻ പോയാലോ.
വേണ്ട ഇങ്ങോട്ടോ. പിന്നെ അതാ പേരറിയാത്ത വേറെയും കുറേ ചെടികളുണ്ട് കേട്ടോ ഇവിടെ. അതിവിടെ മാരിഗോൾഡ് ഉണ്ടോ? മാരിഗോൾഡ് ആണ് അല്ലല്ലോ. ഇതിനൊക്കെ 8 dirhams ആട്ടോ. മൈക്രോഫീലിയ എന്ത് ചെടിയാണല്ലോ. പാർക്കിൽ കൊണ്ട് വിടണ്ട. ഇതിൻ്റെ അപ്പുറത്തൊരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവ പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് കിടന്ന് ബഹളാണേ. പോവാം നമുക്ക്. ഇതിനൊക്കെ 8 dirhams ആട്ടോ. കോണോ കർപ്പസ്. പക്ഷെ രസമാട്ടോ, വലുതായിട്ടൊക്കെ ഇങ്ങനെ വളർത്താൻ പറ്റിയിട്ടുള്ള ചെടികളാണേ. ഇതെന്താ ഇത് വാങ്ങിക്കൊണ്ട് പോയാലോ ഫേ? ബാൽക്കണിയിൽ വെച്ച് നമുക്ക് വളർത്താം. എന്താ ഇതിൻ്റെ പേര് പറയണേ? കോളമ്പി. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെയാണോ പറയണേ? അതിൻ്റെ വലിയ മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എത്ര വരുന്നത് വലിയ മരത്തിന്? വലുത് ചെറുതൊക്കെ ആയിട്ട് കുറേ ചെടികളും മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. എന്തൊക്കെയാണെന്ന് എനിക്ക് പകുതി സാധനങ്ങളുടെ പേരറിയത്തില്ല കേട്ടോ. പക്ഷെ കുറേ ഇപ്പോൾ ചെടികളൊക്കെ ഒരുപാട് അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വന്ന് നോക്കി വാങ്ങാൻ പറ്റും കേട്ടോ. എല്ലാം ആ ഒരു നിസാര പ്രൈസൊക്കെ ഉള്ളു. നമ്മൾ പുറത്ത് പോയിക്കാണെങ്കിൽ ഈ ഒരു പ്രൈസിനൊന്നും എവിടെയും കിട്ടൂല കേട്ടോ. ഞാൻ കുറേ കടകളിലൊക്കെ തപ്പിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു റേഞ്ചിന് ഒരിടത്തൊന്നും കിട്ടിയിട്ടില്ല. ഇതിന് 8 dirhams ആട്ടോ. യൂഫോബിയയുടെ ഏതോ ഒരു വെറൈറ്റി ആട്ടോ ഇത്. ഉണ്ടോ? ഇതെന്താ മുരിങ്ങയല്ലയോ എന്തോ ഒരു സാധനം കേട്ടോ. ഇവിടെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൃഷിയും കൂടെ തുടങ്ങണം. ഇവിടെ വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ്. തക്കാളിയൊക്കെ 1 dirhams. ഇത് തക്കാളിയല്ല, ഇത് ബ്രിഞ്ചോൾ, കത്രിക്ക. നമ്മൾ സ്വന്തമായിട്ട് തക്കാളിയും കുമ്പോളൊക്കെ വീട്ടിലുണ്ടാക്കി ഉണ്ടാക്കാൻ പോവുക. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇൻഡോർ സെക്ഷൻ ഉള്ളത്. ഇവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇൻഡോർ സെക്ഷനിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് കുറേ കലാത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ 10 dirhams ആട്ടോ പ്രൈസ് വരുന്നത്. ശരിക്കും നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് വളർത്തിക്കഴിഞ്ഞാൽ റെഡി ആവുമെന്നൊന്നും അറിയില്ല. കാരണം ഞാനങ്ങനെ ചെടി വളർത്തി വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നേ. മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. മണി പ്ലാന്റ്സ് ഒക്കെ 10 dirhams ആട്ടോ. നമുക്ക് നോക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ കിട്ടും. എൻ്റെ നാട്ടിൽ നിന്നുള്ളൊന്നും മണി പ്ലാന്റ് ഒന്നും ഇതുവരെ വളർന്ന് കിട്ടിയിട്ടില്ല കേട്ടോ. അതേപോലെ മണി പ്ലാന്റ്സ് 10 dirhamsന് ഭയങ്കര ലാഭമൊന്നും അല്ല കേട്ടോ. കാരണം ഞാൻ ഡേ ടു ഡേയിലൊക്കെ പോയപ്പം 10 dirhamsന് ഈ ഒരു വലിപ്പമുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മുടെ പനിക്കൂർക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിനും 10 തന്നെയാണെന്ന് തോന്നുന്നത്. പെപ്രോമിയുടെ കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. 5 dirhams ആട്ടോ ഇതിന്. ഇതിന് ഹോളുണ്ട് കേട്ടോ. ഹോളുള്ള എടുത്തു കഴിഞ്ഞാൽ പക്ഷെ നല്ല ചെടിയാണ്. നല്ല ഒരേ ലെമല്ലേ, കുഴപ്പമില്ല. ഈ ചെടിയൊക്കെ എൻ്റെ ഉമ്മച്ചെടുത്ത് കാടുപോലെ നിന്ന ചെടികളാട്ടോ. 10 ആയിരിക്കും തോന്നുന്നു കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ്. ഈ ഇൻഡോർ സെക്ഷനിൽ തന്നെ കയറി വരുമ്പം ചെറിയൊരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കാണുന്നതാണ് ഈ ഒരു വലിയൊരു സെക്ഷൻ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കുറേ വലിയ വലിയ പ്ലാന്റ്സ് ഒക്കെ നിൽപ്പുണ്ട്. അധികവും വലിയ ചട്ടിയിലുള്ള ഭയങ്കര വലിയ പ്ലാന്റ്സ് ഒക്കെ ആട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ ഈ ഒരു പോയിൻസിറ്റിയ പ്ലാന്റ് ആയിരുന്നു കേട്ടോ. ഇത് ക്രിസ്മസ് പ്ലാന്റ് എന്നും പറയും. ഇത് ക്രിസ്മസ് ടൈമിലാട്ടോ കൂടുതലും ഈ ഒരു പ്ലാന്റ്സ്, അതായത് ഇതിൻ്റെ ഈ ഒരു കളേഴ്സൊക്കെ ശരിക്കും ആ ഒരു ക്രിസ്മസ് ടൈമിലാണ് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത്. ഇത് നമ്മൾ നല്ലപോലെ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭംഗിയൊക്കെ പോകും കേട്ടോ. ഈ ഒരു കളറൊക്കെ മാറി ഒരു നോർമൽ ഗ്രീൻ കളറായിട്ട് മാറും. അപ്പോൾ അത്ര ഭയങ്കരമായിട്ട് കെയർ ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതൊന്നും വാങ്ങിയിട്ടില്ലായേ. പിന്നെ അതാ ഇങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ടൈപ്പ് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. മിക്കതിൻ്റെ പേരെനിക്ക് അറിയില്ല. ഇവരാണെങ്കിലും ബൊട്ടാണിക്കൽ നെയിം അങ്ങനെ എന്തോ ആട്ടോ എഴുതിയേക്കണേ. അപ്പോൾ എനിക്കതൊന്നും വായിച്ചിട്ട് മനസ്സിലാവണുണ്ടായില്ല. ഇതിനൊക്കെ തന്നെ 40 dirhams ആ ഒരു പ്രൈസ് റേഞ്ചിലുള്ളതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. എല്ലാത്തിനും ആ ഒരു 40 dirhams അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ടൊക്കെയുള്ള പ്രൈസാണ് കേട്ടോ. കാരണം അത്യാവശ്യം വലിപ്പമുള്ള ചെടികളാണ്. കുറച്ച് വലിയ ചട്ടിയിലൊക്കെയാണ് അത് കൊടുത്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊക്കെ ആ ഒരു പ്രൈസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിൽക്കണയൊക്കെ കലാത്തിയുടെയൊക്കെ കുറച്ച് വലിയ ചട്ടികളാട്ടോ. അപ്പോൾ ഇതിനൊക്കെ 40 dirhams ആട്ടോ പ്രൈസ് വരുന്നത്. ഇതൊക്കെ 10 dirhams ആട്ടോ. ഈ ഒരു യൂഫോബിയയുടെ വെറൈറ്റീസ് കുറച്ചുണ്ട് കേട്ടോ. 10 dirhams ആട്ടോ ഇതിനൊക്കെ. ഈ CC പ്ലാന്റൊക്കെ 25 dirhams ആട്ടോ CC പ്ലാന്റ്. ഇതിനൊക്കെ 40 ആട്ടോ. 40 dirhams ആട്ടോ ഇതിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. ഇൻഡോർ പ്ലാന്റ്സ് കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കുറേ ടൈപ്സ്
ഐറ്റംസ് ഉണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ എന്താ ഈ ചെടിയുടെ പേര് ഞാൻ മറന്നുപോയി. സാധനമൊക്കെ ഉണ്ട് കേട്ടോ. 40 dirhams. എഴുതി കൂട്ടിയിട്ടൊക്കെ വില ഇടുന്നത്. ഇവായി വാങ്ങിയതാണ് ഞങ്ങൾ. ഇവിടെ ആണ്ടോ ബില്ല് പേ ചെയ്യുന്നത്. ഞങ്ങൾ ഇത്രയും ചെടികൾ വാങ്ങിയപ്പോൾ 43 dirhams ആട്ടായത്. സന്തോഷമായില്ലേ? എത്ര വാങ്ങിയേ? എനിക്ക് 2 മണി പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതാണ് ഏറ്റവും വലിയ സങ്കടം. ഇനി ഇതൊക്കെ വലുതാക്കി ഞാൻ കാടാക്കാൻ പോകട്ടോ. നമ്മുടെ റൂം ഫുള്ള് കാടായിരിക്കും. ബാൽക്കണിയൊക്കെ ചെടികൾ കൊണ്ട് നിറയ്ക്കാൻ പോകട്ടോ. എനിക്ക് മെയിനായിട്ട് മണി പ്ലാന്റ് കിട്ടിയതാട്ടോ സന്തോഷം. മണി പ്ലാന്റ് ഞാൻ കുറേ ആയിട്ട് വളർത്താൻ ശ്രമിച്ചിട്ട് എൻ്റെ വളരുന്നുണ്ടായില്ല. അപ്പോൾ എന്നാലും ഇതൊന്ന് നല്ല രീതിയിൽ വളർത്തി വലുതാക്കണം. ഒരു പെട്ടി നിറയെ ചെടികൾ. പോക്കറ്റ് കാലിയാക്കേണ്ട ചെടി ഈ നഴ്സറിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതാ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് റൈറ്റ്സൊന്നും ഇല്ല, ചെറിയൊരു ഊഞ്ഞാലുണ്ട്. ഇതാ ഈ ഒരു സ്ലൈഡും ഉണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ശല്യം ഉണ്ടാവാണ്ട് നമുക്ക് നല്ല സുഖമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു നഴ്സറി വരുന്നത് ദുബായിലാണ് കേട്ടോ. ദുബായിൽ അൽ വസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ദുബായ് മുനിസിപ്പാലിറ്റി നഴ്സറി നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ 3:30 വരെ ആട്ടോ ഇവിടെ സമയമുള്ളത്. വൈകുന്നേരം 3:30. രാവിലെ എത്ര മണിക്കാണെന്ന് ഞാൻ നോക്കിയില്ല, 10 മണിയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ട് 3:30 വരെയാണ് ഇവിടെ ടൈം ഉള്ളത്. സൺഡേയ്സിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെടികളൊക്കെ വാങ്ങണമെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങോട്ട് വന്നോ കേട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട്. എനിക്ക് പീസ് ലില്ലി വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പീസ് ലില്ലി ഞാൻ നോക്കിയപ്പം അവിടെ കഴിഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആളെടുത്ത് വെക്കാം. ആകെ 2 പീസുള്ളത് ആരോ ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ 2 ഉള്ളൂ. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ആളെടുത്ത് വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് ചെടികളാട്ടോ. ഇതിനകത്ത് വലിയ നഴ്സറി ആട്ടോ. ഫുള്ളിങ്ങനെ കണ്ടോ വലിയ വലിയ മരങ്ങൾ. ഈ വലിയ മരങ്ങൾ ഇതേപോലെ കൊണ്ട് നടും. സ്കൂളും ഇവിടെ ലോക്കൽ ഷോപ്പുകളുണ്ട് കേട്ടോ. റോഡിന്റെ അപ്പുറത്തേക്ക് ലോക്കലായിട്ടുള്ള ഷോപ്പുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പ്രൈസ് കമ്പയർ ചെയ്യാൻ പറ്റും. ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ കുറേ കടകളുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രൈസ് നമുക്ക് അറിയില്ല, പക്ഷെ ഇവിടെയും കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.